ഹേ വാട്ട്സപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറച്ച് സി പ്രോഗ്രാമിങ്ങിൻ്റെ 12 ട്യൂട്ടോറിയൽ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഡാറ്റ ടൈപ്പ്, എന്താണ് വേരിയബിൾ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിങ്ങിലെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യത്തെ ഓരോ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് വന്നത്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാം ഒറ്റയ്ക്ക് തന്നെ, അതായത് നമ്മൾ എന്താ പറയുക, പ്രോഗ്രാം വേറെ നോക്കാതെ തന്നെ നമുക്ക് സ്വയം നമുക്ക് ലോജിക്കും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വയം കോഡ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് സഫ്വാൻ. ലെറ്റ്സ് സോൾവ് ദ വീഡിയോ. അപ്പം ഞാൻ എൻ്റെ കേസ് തന്നെ പറയാം. അപ്പം ഞാനൊക്കെ ചില പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത ചില പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ 3 നമ്പറിനെ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണ് വലുത് എന്ന് ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ നമുക്കത് പ്രോഗ്രാമിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറെ കുറേ ഇഷ്ടം പോലെ പ്രോഗ്രാം ഉണ്ട് ലോജിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 3 നമ്പർ വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിലേതാണ് ലാർജസ്റ്റ് എന്നുള്ള ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്, അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ലോജിക്കും കാര്യങ്ങളൊക്കെ ഡെവലപ്പായിട്ട് ഇങ്ങനെ വരും. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ കൊടുത്തത്, ഈ കണ്ടീഷൻ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ കമ്പൈലർ ഓപ്പൺ ചെയ്യാം, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാണ്. #include stdio.h. അപ്പോൾ ഇത് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സി പ്രോഗ്രാമിങ്ങിൻ്റെ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് കാണാം. കാരണം അത് കണ്ടാലാണ് ഞാൻ ഈ ബാക്കി ചെയ്യുന്ന ഈ ലോജിക് ഡെവലപ്മെൻറ്റിൻ്റെ സീരീസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക, ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. ഇതിനകത്താണ് പ്രിൻ്റ് എഫും സ്കാൻ എഫ് ഒക്കെ ഇരിക്കുന്നത്. എന്നിട്ട് ഇൻറ്റ് മെയിൻ കൊടുക്കുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇൻറ്റ് മെയിൻ എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ടൈപ്പ് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. വോയിഡ് മെയിൻ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, റിട്ടേൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇൻറ്റ് മെയിൻ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇൻറ്റ് മെയിൻ കൊടുത്ത് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇനി ഇൻറ്റ് എ, ബി, സി, ഇത് 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് എന്തിനാ വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു നമ്പർ, ബി എന്ന് പറയുന്ന ഒരു നമ്പർ, സി എന്ന് പറയുന്ന ഒരു നമ്പർ, മൊത്തം 3 നമ്പറാണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് എ, ബി, സി എന്ന് കൊടുത്ത് അതേപോലെ തന്നെ പ്രിൻ്റ് എഫിൽ യൂസർക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം എന്ത്, എൻ്റർ എ 3 നമ്പേഴ്സ്. അതായത് യൂസർ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം, കാണണം 3 നമ്പർ എൻ്റർ ചെയ്യാൻ ആ ഒരു യൂസറോട് നമ്മൾ പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം, എൻ്റർ 3 നമ്പേഴ്സ് %d കൊടുക്കണം. അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലാഷ് ഇട്ടിട്ട് ഒരു n കൊടുക്കാം, അതായത് സെക്കൻഡ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, സ്കാൻ എഫിൽ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, മേടിച്ച് വെക്കുക, %d. എന്നിട്ട് കോമന്റ് ഇട്ട് ആംപർസെൻറ്റിൽ എ, ആ വാല്യൂ നമ്മൾ മേടിച്ച് വെക്കുകയാണ്, %b, %c. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്ത്, എന്നിട്ട് ഇനിയാണ് നമ്മളിവിടെ കണ്ടീഷൻ വെക്കുന്നത്. ഇഫ് കൊടുക്കുക. ഇഫ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി,
ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എയും ബിയും കമ്പയർ ചെയ്യുക. എ ബിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് എന്നും കൊടുക്കുക. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അതായത് 2 കണ്ടീഷൻ, 3 നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ 2 കണ്ടീഷൻ വെക്കണം. അതായത് എ ബിനോട് ഗ്രേറ്റർ ആണോ, അതേപോലെ തന്നെ എ സിനോട് ഗ്രേറ്റർ ആണോ. ആണെങ്കിൽ ഈ ആൻഡ് എന്നുള്ള ഇതൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ആൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻഡ് എന്ന് പറയുമ്പോൾ എയും ബിയും അതേപോലെ തന്നെ എയും സിയും കമ്പയർ ഇഫ്, അതായത് എയും ബിയും ഗ്രേറ്റർ ആണെങ്കിൽ, എയും ബിയും അതേപോലെ തന്നെ എയും സിയും ഗ്രേറ്റർ ആണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രിന്റ് എഫ്, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എഫ് എന്ന് കൊടുക്കുക. എന്നിട്ട് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് ഡി കോമ എ. ഈ 2 കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എ എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത നമ്പറാണ് വലുതെന്ന് കൊടുക്കുക. എന്നിട്ട് എൽസ് ഇഫ്, ഇവിടെ നമ്മൾ നെസ്റ്റഡ് എൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നെസ്റ്റഡ് ഇഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൽസ് അതേപോലെ തന്നെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പ്രിന്റ് എഫിൽ എന്ത് ചെയ്യുക, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ത് കൊടുക്കുക, ലാർജസ്റ്റ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി. ആ എൽസിന് മുമ്പ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കാൻ വിട്ടുപോയി. എൽസിൽ നമ്മൾ ഇതേപോലത്തെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അതായത് ബി ഗ്രേറ്റർ ദാൻ എ ആണോ നോക്കുക. അതേപോലെ തന്നെ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദ ലാർജസ്റ്റ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി കോമ ബി. അതായത് അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് വരിക ബി എന്ന് പറയുന്ന നമ്പറാണ്. അതായത് നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്ത നമ്പറാണ്. ഇവിടെ ഈ 2 കണ്ടീഷൻ എന്ത് ചെയ്ത് നമ്മൾ കൊടുത്ത്, ആദ്യം ഇഫിൽ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് എഫ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി കോമ എ. അതേപോലെ തന്നെ എൽസിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്ത് ബി ഗ്രേറ്റർ ദാൻ എ ആണോ, അതേപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ സി ആണോ. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് എഫിൽ ദ ലാർജസ്റ്റ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി കോമ ബി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൽസ് കൊടുക്കുക. ഇവിടെ നമ്മൾ എൽസ് ഇഫ് ആണ് കേട്ടോ, എൽസ് ഇഫ്. എന്നിട്ട് ലാസ്റ്റ് എൽസ് എന്ന് കൊടുക്കുക. എൽസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനകത്ത് കണ്ടീഷൻ ഒന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ ഈ 2 കാര്യങ്ങളും ഇവിടെ കമ്പയർ ചെയ്ത്, പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ ബാക്കിയുള്ളത് സി ആണ്, അത് ഓട്ടോമാറ്റിക്കലി എന്താവും, കമ്പയർ ആവും. അപ്പോൾ പ്രിന്റ് എഫ് അതോട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 കാര്യങ്ങളും കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് വരുന്ന ലാർജസ്റ്റ് നമ്പർ ആരായിരിക്കും, ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ സി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി കോമ സി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഇവിടെ എന്താ പ്രശ്നം, നമ്മൾ പ്രിന്റ് എഫിൽ ഇവിടെ ടി കൊടുത്തിട്ടില്ല. എന്നിട്ട് റൺ കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ 3 നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10, 18, 25 ഈ 3 നമ്പർ എൻ്റർ ചെയ്ത്, അപ്പോൾ അതവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 25. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ആദ്യം ഇഫിലൊരു കണ്ടീഷൻ കൊടുത്ത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ, അതായത് അവിടെ നമ്മൾ എനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തത്. അപ്പോൾ എ ആണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ എൽസിഫിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്ത് ബീനെ വെച്ചിട്ട്, അപ്പോൾ ബി ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ സീൻ്റെ കണ്ടീഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ സി ആണ് വലുതുണ്ടാവുക. അപ്പോൾ ഇത്ര ആണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റക്ക് കോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനു മുമ്പ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു ബേസിക് ആയിട്ടുള്ള സി പ്രോഗ്രാമിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അത് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.